എന്തിന്റെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. കുട്ടികൾ എഴുത്തിനെടുത്തുന്നവരൊക്കെ എഴുത്തിനെടുത്തി കാണും അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ അതൊരു മധുരമായിട്ട് വരാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് മധുരത്തിന്റെ പൂരം തന്നെ. ഇനി എനിക്ക് മധുരം സഹിക്കാനുള്ള ത്രാണിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് സിമ്പിളാണ്. മധുരമാണെന്ന് വെച്ചാൽ മധുരമാണ്, പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൈരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് നമ്മൾ ഹിന്ദിയിൽ ശ്രീഖണ്ഡ് എന്ന് പറയും. ശ്രീഖണ്ഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഫ്ലേവേർഡ് തൈര് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടില്ലേ, ഫ്ലേവേർഡ് കേർഡ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവം തന്നെയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ എന്റെ വീട്ടിൽ കുട്ടികൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ഒരു സംഭവങ്ങളൊന്നാണ് ഈ സംഭവം. മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ പാകിസ്ഥാനി ആലു കറി. അപ്പോൾ അതിൽ ഞാൻ കരാഹി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കരാഹി എന്നുള്ളൊരു വേർഡ് ഇല്ല പോലും. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മെനു നോക്കുമ്പോൾ അതിൽ ആലു കരാഹി KRAH എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്റെ മനസ്സിൽ കരാഹി എന്നാണ് പറയണമെന്നായിരുന്നു. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും അതിന് കടായി തന്നെയാണ് അത്ര പറയാം. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അത് എനിക്ക് തിരുത്തി തന്നത്. അപ്പൊ താങ്ക് യു. അപ്പൊ ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ നിങ്ങൾ അതിനെ ആലു കടായി തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ എഴുതുമ്പോഴും ഇങ്ങനെയാണ് അത്ര എഴുതുന്നത്. എന്താണ് അതിന്റെ റീസൺ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവേർഡ് തൈര് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കുട്ടികളുടെ പ്രിയപ്പെട്ട ഫ്ലേവേർഡ് തൈര് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അത് പല രീതിയിൽ പല ഫ്ലേവറിൽ നമ്മൾ കഴിക്കാറുണ്ട്. അതായത് സ്ട്രോബെറി, വാനില, അതുപോലെ തന്നെ പൈനാപ്പിൾ, മാംഗോ, കിവി എന്ന് വേണ്ട ചോക്ലേറ്റ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഫ്ലേവേഴ്സിലും നമ്മൾ തൈര് കഴിക്കാറുണ്ട്. കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ എൻ്റെ മോൻ പുറത്ത് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്പിന്നീസിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ബ്രാൻഡാണിത്. ഇത് അവൻ സ്ട്രോബെറി മാത്രം കഴിക്കാറുള്ളൂ സാധാരണ രീതിയിൽ. വല്ലപ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ എല്ലാ സമയത്തും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് അത്ര നന്നായിട്ടുണ്ടാവില്ല. മാത്രമല്ല നമുക്കറിയില്ല ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തേക്കുന്നതെന്ന്. കാരണം ഇത് കേടാവാതിരിക്കുന്ന ചിലപ്പോൾ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു അരിപ്പയിൽ 1/2 കിലോളം വരുന്ന തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഹോം മെയ്ഡ് തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വീട്ടിൽ നല്ല പുളിയില്ലാത്ത കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ റെഫർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് ഈ റെസിപ്പിക്ക്. കാരണം പുളി ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല, കുട്ടികൾക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല. അപ്പോൾ തൈര് എടുത്തിട്ട് നമുക്ക് ഒന്നിലും ഇതുപോലെ നിറയെ ഹോൾസ് ഉള്ള അരിപ്പയിൽ 1 മണിക്കൂറോളം ഇട്ട് വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ പനീർ ഉണ്ടാക്കുന്ന പോലെ ഒരു തുണിയിൽ ഹാങ് ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തോളൂ. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് നന്നായി അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ മിക്സിയിലെ ജാറിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസാവാൻ പാടില്ല. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അത് മോരായിട്ട് മാറും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനെ പറയാൻ കാരണം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഫ്ലേവറിനും കൂടി ഇത്ര തൈര് എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ടകളോടെയും അതേസമയം ഒരുപാട് അങ്ങ് ലൂസാവില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പോൾ സ്ട്രോബെറി, പൈനാപ്പിൾ, അതുപോലെ തന്നെ മാമ്പഴം ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം പഴം വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്ട്രോബെറി ഞാനൊരു 6 സ്ട്രോബെറിയാണ് എടുക്കാൻ പോകുന്നത്. ഇതുപോലെ നല്ല പഴുത്ത സ്ട്രോബെറി എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മാത്രമല്ല സ്ട്രോബെറി ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് ഒരു 1/2 മണിക്കൂറോളം വെക്കുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്യണം. കാരണം സ്ട്രോബെറിയിലൊക്കെ നല്ലോണം പെസ്റ്റിസൈഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി 6 സ്ട്രോബെറി നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പൈനാപ്പിൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫ്രഷ് ആയിട്ട് ഒരിക്കലും പൈനാപ്പിൾ ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ പൈനാപ്പിൾ വളരെ നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം വെള്ളം ചേർക്കാതെ ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളത്തിൽ പൈനാപ്പിൾ അങ്ങ് കുക്ക് ആയിക്കോളും. പിന്നെ നമ്മൾ പൈനാപ്പിൾ കറി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പൈനാപ്പിൾ പച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അലർജി ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു കുഴപ്പം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൈരിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കയ്പ്പ് രസം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ കുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പൈനാപ്പിൾ ഇപ്പോൾ കുക്ക് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ടൊന്നും നമ്മളിതിൽ ചേർക്കാൻ പാടില്ല. അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പഴുത്ത മാമ്പഴം. ഏത് മാമ്പഴമാണോ നിങ്ങളുടെ അടുത്തുള്ളത് ആ മാമ്പഴം ഉപയോഗിക്കാം. അപ്പോൾ മാമ്പഴം നമുക്കും ജസ്റ്റ് ഒന്ന്, ഇത് മുഴുവനൊന്നും എടുക്കണ്ട കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നല്ല കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിക്കാം.
വളരെ നൈസാക്കി അങ്ങ് അരിഞ്ഞ് ഇടുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് നമുക്ക് വളരെ നൈസാക്കി അരിഞ്ഞിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മാമ്പഴം എന്താ ഞാൻ നന്നായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലോണം നാരുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചിട്ടുണ്ട് ഒരു അരിപ്പയിൽ കൂടെ. ഇനി നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഇതേപോലെ തന്നെ കുറച്ച് ഭാഗം എടുത്തിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ അര പോർഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ വെള്ളം വേണ്ട, ഈ വെള്ളം നമുക്ക് വേറെ കാര്യത്തിന് ഉപയോഗിക്കാം. പൈനാപ്പിൾ വെന്ത വെള്ളമാണ്. ഇത്രയും ഭാഗം നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ വളരെ നൈസാക്കി അരിഞ്ഞിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പൈനാപ്പിൾ വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ച് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പൈനാപ്പിൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അസംബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു ബൗളിലോട്ട് ആവശ്യത്തിനുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹണി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നല്ല ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ പൈനാപ്പിളാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര അല്ലെങ്കിൽ ഹണി അതല്ലെങ്കിൽ രണ്ടും ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ പൗഡർ ഷുഗർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് പൈനാപ്പിൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ അവർ പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർക്കാറുണ്ട്. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്യൂറസ്റ്റ് ഫോമിൽ കുട്ടികൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതിലോട്ട് കുറച്ച് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഒരു 2 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ഈ ഒരു പരുവത്തിലും കഴിക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗസ്റ്റിനൊക്കെ പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇനി നമുക്ക് സ്ട്രോബെറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും വേറൊരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഹണിയാണ് ചേർക്കാൻ പോകുന്നത്. ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കയുടെ പൊടി മാത്രം ഇട്ടിട്ട് ഇതേപോലെ പഞ്ചസാരയും തൈരും ഇതുപോലെ ആക്കിയിട്ട് അങ്ങനെയും കൊടുക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കണ്ട. അപ്പോൾ ഒരുപാട് ഒഴിച്ച് കഴിച്ചാൽ അതങ്ങ് വെള്ളം പോലെയാവും. ഇത് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് കട്ടയായിട്ട് മാറും കേട്ടോ. ഈ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി കുറച്ചും കൂടെ അങ്ങ് തിക്കായിട്ട് മാറും. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി തൈരും റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറിയിലും വേണമെങ്കിൽ സ്ട്രോബെറി കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ളത് ഏതാ? ഇതൊരു 4 ടേബിൾ സ്പൂണോളം വരും നമ്മുടെ തൈര്. അതിലോട്ട് നമുക്ക് നമ്മുടെ മാമ്പഴം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അൽഫോൺസ് വേണമായിരുന്നു. അൽഫോൺസ് ഉണ്ടെങ്കിൽ ഇതിനേക്കാളും സൂപ്പറാകും. ശ്രീകണ്ഠം എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ശ്രീകണ്ഠം എന്നാണ് പറയുക. അതായത് ഇതിലേക്ക് കുറച്ച് കാഡമം പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശ്രീകണ്ഠായി, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിതിന് ഫ്ലേവേർഡ് ആയിരുന്നു വിളിക്കുകയായിരിക്കും നല്ലത് അല്ലേ. ഓക്കെ, ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മാമ്പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാംഗോ കേർഡും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. വേറെ സ്പൂണുകൾ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത 3 ടൈപ്പ് ഫ്ലേവർ എടുത്തായിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൈനാപ്പിൾ അടിപൊളിയുണ്ട്. മാമ്പഴം സൂപ്പറായിട്ടുണ്ട്. കുട്ടികളുടെ പ്രിയപ്പെട്ട സ്ട്രോബെറി മസ്തലായിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അതിനുശേഷം കുട്ടികൾ വരുമ്പോൾ സെർവ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ വെക്കണം ഒരു നിർബന്ധമില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഫ്ലേവേർഡ് കേർഡ്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പഫ്സ്, മുട്ട പഫ്സ്, വസ്ത്രാക്ഷേപിതയായി കിടക്കുന്ന മുട്ട പഫ്സ് എന്റെ മുന്നിലിരുന്ന് ചിരിക്കുന്ന ചക്കക്കുട്ടി. അറിയോ നമ്മളെ ചക്ക അട ഉണ്ടാക്കിയില്ലേ, അതിന്റെ ഫില്ലിംഗ് ഇല്ലേ, അത് ലൂസ് ഫില്ലിംഗ്. ഇതാണ് എന്റെ ഫേവറേറ്റ് ചക്ക വിഭവം. എനിക്ക് ഈ ചക്കയ്ക്ക് ഇച്ചിരി ഒരു കയ്പ് രസം ഉണ്ടായിരുന്നു. പഞ്ചസാര നാളികേരം കുക്കറിൽ വെച്ച് വേവിച്ചു. അല്ല, കുക്കറിൽ വേവിച്ചു. പഞ്ചസാര നാളികേരം ഇട്ടുകൊണ്ട് എടുത്തു. എന്ത് ടേസ്റ്റാ വേണോ? വയറിളക്കം കൂടാ.
എടുത്തുട്ടാ. നാട്ടിലാണ് നമ്മൾ.